നമസ്കാരം, ഭാരത് ടി വി ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നല്ലൊരു തിങ്കളാഴ്ചയാണ്. പക്ഷേ നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ബാക്കി കിടക്കുന്നു, ഒരു തീരുമാനമാകാതെ. അല്ല, നമ്മുടെ ഗുരുവായൂരിൽ ഏറ്റവും വളരെ സെൻസിറ്റീവായ ചില കാര്യങ്ങൾ നടന്നിട്ടും നമ്മൾ വേണ്ട രീതിയിൽ മാധ്യമങ്ങളും എടുക്കുന്നില്ല, ജനങ്ങളും എടുക്കുന്നില്ല. അതെന്തോ ചില മാധ്യമങ്ങളുടെ മാത്രം ആവശ്യമാണെന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഗുരുവായൂരിൽ ഈ ഇടയ്ക്ക് ഒരു മുബാറക്, ഈദ് മുബാറക് എഴുതിയ ഒരു മുഠായി വിതരണം ചെയ്ത ഒരാളെ പോലീസ് കണ്ടെത്തി. മറ്റൊരു കശ്മീരി സ്വദേശിയെ ഒരു കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും, അങ്ങനെയാണ് ഒഫീഷ്യൽ ഭാഷ്യം, അതാണ്, കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് ബഹളം വെച്ച രീതിയിൽ പുള്ളിയെ പിടികൂടി. പക്ഷേ ആൾ മാനസിക രോഗിയാണെന്ന് പെട്ടെന്ന് പോലീസ് കണ്ടെത്തി, അയാൾ പെട്ടെന്ന് തന്നെ വിടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ രണ്ട് സംഭവങ്ങൾ ഗുരുവായൂർ, അതീവ സുരക്ഷാ മേഖലയാണ് ഗുരുവായൂർ. വളരെ സങ്കീർണമായ ഒരു പ്രദേശത്താണ് ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ BJP സ്ഥാനാർത്ഥികളുടെ ചില പരാമർശങ്ങൾ അടക്കം ഗുരുവായൂരിനെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചതാണ്. ഗുരുവായൂർ ഒരു സ്വന്തം MLA വേണ്ടേ, ഒരു ഹിന്ദു MLA വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അത് മെയ് നല്ലറിയാം. പക്ഷെ ഇത്തരം വളരെ സുരക്ഷാ സംവിധാനമുള്ള ഗുരുവായൂരിൽ ഇത്തരം സംഭവങ്ങൾ ഒന്നല്ല രണ്ടല്ല പല തവണയായിട്ട് അവിടെ മറ്റു മതക്കാർക്ക് കയറുന്നതിന് ആചാരപരമായി വിലക്കുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ വിലക്കല്ല, ക്ഷേത്ര ആചാരങ്ങൾ പ്രകാരം അന്യമതസ്ഥർ പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ അതടക്കം നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതെ. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരിലേക്ക് അഹിന്ദുക്കൾ വരുന്നത് ഈ അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട്. അത് ഏത് വേഷത്തിലും ഏത് രൂപത്തിലും ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് ഒരാൾ വരുമ്പോൾ, അവിടെ താമസിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ആൾക്കാർ കൃത്യമായി അവരാരാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കൂ, നമ്മൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗുരുവായൂർ വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. പക്ഷേ അത് ശ്രദ്ധാകേന്ദ്രമാകുമ്പോഴും ഗുരുവായൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവായൂരിലെ ക്ഷേത്ര ഭാരവാഹികളും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനും ഒക്കെ തികഞ്ഞ അലംഭാവം കാണിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തന്നെ ഞാൻ തന്നെ ഒരു കേസ് നടത്തിയിരുന്നു. ഒരു ചിത്രം വരയ്ക്കുന്ന എന്ന് അവകാശപ്പെടുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുന്ന ഒരു സ്ത്രീ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് ഗുരുവായൂരിനെ കളമാക്കിക്കൊണ്ട് ഗുരുവായൂരിലെത്തി പലവട്ടം അവിടെ വന്ന് റീൽസ് എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ അവർ പോയി അവിടെ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ ഞാൻ ഇവിടെയാണ് പിറന്നാൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് മുറിച്ച സംഭവം ഉണ്ടായി. അത് വിവാദമായപ്പോൾ ആ കേക്ക് ഞാൻ മുട്ട ചേർക്കാതെ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അത് കോടതിയിലെത്തുകയും ആ കേസ് കോടതിയിലെത്തിയിരുന്നു. കേസ് കോടതിയിലെത്തി, കോടതി അവരെ പലവട്ടം വാൺ ചെയ്ത ശേഷവും അവർ വീണ്ടും അവിടെ വീണ്ടും വന്ന് അവിടെ എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ സമയത്തും, ആ സമയത്ത് കൂടുതലായിരുന്നു ഇവരുടെ വരവ്, എല്ലാ സമയത്തും അവിടെ വന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ കയറി പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ചില യൂട്യൂബ് ചാനലുകാരുണ്ടല്ലോ, ഒരു ഗതിയില്ലാത്ത പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന, എങ്ങനെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യൂട്യൂബുകാരുണ്ട്. ആര് വിളിച്ചാലും പുറകെ, അവർക്ക് റീച്ച് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അവിടെ പോവുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എത്ര തവണയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഇവർ നിയമം ലംഘിക്കുന്നു, കോടതി വിധിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ വിളിച്ചപ്പോഴും ഞങ്ങൾ വിളിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പോലീസ് ചോർത്തി ഇവർക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഞാൻ മാധ്യമപ്രവർത്തകനാണ്, ഇത്രയും വർഷമായി മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ വിളിക്കുമ്പോൾ പോലും, നമ്മൾ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ 5 മിനിറ്റിനകത്ത് ഈ പറയപ്പെടുന്ന സ്ത്രീ വിളിക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം ചോർത്തി കൊടുക്കുകയാണ്. 5 മിനിറ്റിനകത്ത് അതിൻ്റെ റെസ്പോൺസ് അവർ ഫേസ്ബുക്കിൽ നമ്മളെക്കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിടും. ഇപ്പൊ കേരളത്തിലെ അവിടുത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് അന്ന് അത്ര ഉത്തരവാദിത്വ ബോധമാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ കാണുമ്പോൾ പോലീസുകാരൻ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു. അന്നേ ഞാൻ പറഞ്ഞു ഇതിന്. അത് മാത്രമല്ല, ഈ സ്ത്രീയെ രക്ഷിക്കാൻ, ഈ സ്ത്രീയുടെ പിറകിൽ ഞാനിത് ആദ്യമായി ഈ സംഭവം ടേക്കപ്പ് ചെയ്ത് വാർത്തയാക്കുന്നത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എൻ്റെ ഓഫീസിൽ വരുന്ന ഒരു സംവിധായകനുണ്ട്. അദ്ദേഹം ഒരിക്കലും എന്നോട് വന്ന് പറഞ്ഞു, RSSകാരും BJPക്കാരും എല്ലാം കൂടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ മഹാ ഫ്രോഡാണ്, നീ അവരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ വിവരം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെനിക്കറിയാം, അവൾ നാട്ടിലുള്ള ആണുങ്ങൾക്കെതിരെ എല്ലാം കേസ് കൊടുത്ത് ഹണി ട്രാപ്പ് നടത്തുകയാണ്, ആ സ്ത്രീയുടെ പണി ഇതാണ്, ഇപ്പോൾ ഇനി അടുത്ത ഉന്നം ഇതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ആലോചിച്ചു. എങ്കിലും ഞാനത് വിട്ടുകളയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അപ്പോൾ ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് പറഞ്ഞതാകും, എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ നരേന്ദ്രമോദിക്ക് ചിത്രം കൊടുക്കുന്ന, അതായത് സുരേഷ് ഗോപിയുടെ ഒരു ചടങ്ങിൽ വെച്ച് നരേന്ദ്രമോദിക്ക് ചിത്രം കൊടുക്കുന്ന ആ ഒരു
ഫോട്ടോ പുറത്തു വന്നതോടുകൂടി ഇവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഇവരെപ്പോഴും പറയുന്നത് ഞാൻ അത് കൊടുത്തതിന്റെ കുശുമ്പാണ് സ്ത്രീകൾക്ക് എന്നാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ഇവർ ഈ ഫ്രോഡ് എങ്ങനെ അവിടെ എത്തി എന്ന് ആൾക്കാർ ചിന്തിക്കുമ്പോഴാണ് പല കഥകളും പുറത്തു വരുന്നത്. അപ്പോൾ അവരവിടെ ചെന്ന അന്ന് മുതൽ ചില കഥകൾ പുറത്തു വരാൻ തുടങ്ങി. പക്ഷെ കഥകൾ പുറത്തു വരുമ്പോഴും നമ്മൾ ഒരാളെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യത ഉണ്ടാകണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ പലരും വിളിച്ചിരുന്നു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ. അപ്പോൾ പലരും വിളിക്കുമ്പോൾ പലരും ഡീറ്റെയിൽസ് തരാൻ തയ്യാറായി. ചില കേസുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അത് ഞാൻ കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി എടുത്തു. ഏതാണ്ട് 14 വയസ്സ് മുതൽ പുരുഷന്മാർക്കെതിരെ നിരന്തരം പരാതി കൊടുക്കുകയും പുരുഷന്മാരെല്ലാം പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കുകയും അവരോട് പൈസ വാങ്ങി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നടത്തുകയും ചെയ്യുന്ന സ്ത്രീയാണ് ഇവരെക്കുറിച്ച് ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ വന്നിട്ട് തോന്നിവാസം പറയാനും ഞാൻ വളരെ ചെറുപ്പകാലത്ത് എൻ്റെ കുട്ടിയെ കളഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറയാനും ഒക്കെ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ഞാനത് മിണ്ടാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടിയെ കളഞ്ഞിട്ടുമില്ല, ഒളിച്ചോടി പോയിട്ടുമില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ഞാൻ ഏതാണ്ട് ഒരു 17 വയസ്സ് മുതൽ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ABVPയുടെ പ്രവർത്തകയായിരുന്നു. പഠിക്കുന്ന കാലം മുതൽ സംസ്ഥാന, ജില്ല, അത് കഴിഞ്ഞ് ജില്ലാ, സംസ്ഥാനം, അത് കഴിഞ്ഞ് ദേശീയ തലത്തിൽ വരെ എത്തപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ BJPക്കാർക്കും സംഘടനാ പ്രവർത്തനം ചെയ്തവർക്കും കോളേജിലുള്ള പഠിച്ചിട്ടുള്ള പിള്ളേർക്കും കുട്ടികൾക്കുമൊക്കെ എന്നെ അറിയാം അത്രയും വർഷം കൊണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യില്ല എന്നുള്ളതും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. പിന്നെ ഏതൊക്കെയോ 2 കൊലപാതകം ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ആരെക്കുറിച്ചും എന്തും പറ, അതായത് ഇവർക്ക് കൃത്യമായി, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. കാരണം ഇത് ഉന്നയിച്ചത് സ്ത്രീകളാണ്, പുരുഷന്മാർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും പുരുഷൻ, ഇവരോട് സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും പുരുഷൻ ഈ സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ ഈ സ്ത്രീ പറയും അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് പുരുഷന്മാരാരും മിണ്ടില്ല. അപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം സ്ത്രീകളാണ്. ഇനി സ്ത്രീകൾ ഉന്നയിച്ച ചില ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന് അവരുടെ മകൻ, അതായത് അവരുടെ മകൻ എന്ന് പറഞ്ഞാൽ 10-14 വയസ്സുള്ള കുട്ടി അവളെ ട്രൈ ചെയ്തു എന്ന് വരെ അവൾ പറഞ്ഞു. അത്തരത്തിൽ വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവളും അവളുടെ ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരാൾ, സഹോദരനാണെന്ന് പറയപ്പെടുന്നു, പക്ഷെ കൂടെയാണ് താമസിക്കുന്നത്, ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, ഇല്ല എന്നാണ്. നമ്മൾ ഇന്നുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടൊന്നുമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ വിഷയമാണ്. പക്ഷെ അയാളും കൂടി വന്നിരുന്നാണ് സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട സ്ത്രീകൾക്കൊന്നും അങ്ങനെ അതിനെ കൗണ്ടർ ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഞാൻ എങ്ങനെയാണെന്ന് നാട്ടുകാർക്കറിയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകനെയും എന്നെയും ചേർത്തൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ അവർക്ക് ആരെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്നൊരു ഇൻഫർമേഷൻ, ആരെങ്കിലും നമ്മുടെ ശത്രുക്കളോ എൻ്റെ സ്ഥാപനം കൈവശപ്പെടുത്താനിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ആ കഥ ഇവൾക്ക് കിട്ടിയപ്പോൾ അയാൾ തന്നെയാണത് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനും പോയില്ല, ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഈ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലും ഗുരുവായൂർ പോലീസുകാരും വലിയ അലംഭാവം കാണിച്ചു. അവസാനം ഒരു നിവർത്തിയുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരിക്കൽ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ, ഇനി ഗുരുവായൂരപ്പൻ നോക്കിക്കോണം, എന്നെ കൊണ്ടാവുന്നൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തു, ഇനി ഞാനില്ല ഈ ഫൈറ്റില്ലെന്ന് പറഞ്ഞു. കാരണം തോന്നിയ ദിവസം നിരന്തരം പറയുമ്പോൾ എനിക്ക് എൻ്റെ മാന്യത അനുസരിച്ച് അതിന് മറുപടി പറയാൻ പറ്റില്ല. അവരൊക്കെ ലോക്കൽ ആൾക്കാരാണ്, അവർക്ക് എന്തും പറയാം, എനിക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാനിത് പറഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ സ്ത്രീ ഒരിക്കൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ എന്തോ ആവശ്യം 3 കേസ് വാറണ്ടായി കിടക്കുകയായിരുന്നു. അങ്ങനെ ആ വാറണ്ടായതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അറസ്റ്റ് ചെയ്തപ്പോൾ കോടതിയിലെത്തുമ്പോൾ ജഡ്ജി വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഇനി പോയാൽ അപകടമാണെന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ അവരുടെ ബഹളം നിന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ്റെ ഒരു പടം എടുത്ത് സൈഡിൽ വെച്ചിട്ട് കൃഷ്ണൻ്റെ പടത്തിലേക്ക് കിടക്കും, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പടം എടുത്ത് കാണിക്കും. എന്നിട്ട് അത് അവരുടെ ഉദ്ദേശം ബിസിനസ് മാത്രമാണ്. ഈ നന്ദഗോവിന്ദൻ ഭജൻസുകാരെ പോലൊക്കെ ഈ ബിസിനസ് നടത്തുക എന്നുള്ളതാണ്, അല്ലാതെ ഭക്തിയല്ല അതിൻ്റെ പിന്നിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണെന്നുള്ള. ഭക്തിക്കപ്പുറം 9 ലക്ഷം രൂപ കേരളത്തിലെ ഹിന്ദുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ക്രിസ്ത്യൻ പാട്ട് അവരെ പാടിക്കേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഭക്തിയാണോ? അത് ഭക്തിയല്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇതും. ഇപ്പോൾ ഏതായാലും വരവ് നിലച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഗൗരവകരമായി ഞാനതിൽ ഇടപെടാൻ കാരണം, ഇത് ഈ പണം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഈ സ്ത്രീയെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ മലപ്പുറം സ്വദേശിയായ ബിൻസിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യം മുതൽ എന്നെ സമ്മർദ്ദപ്പെടുത്തുന്നതിൻ്റെ പരമാവധി അയാൾ സമ്മർദ്ദപ്പെടുത്തി നോക്കി. എന്നെക്കുറിച്ച് പോപ്പുലർ ഫ്രണ്ട്, എനിക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ട്, അന്വേഷണം വരും എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ പോലും അയാൾ വിചാരിച്ചത് എന്നെ അങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങ് വരണ്ടു പോകുന്നു. ആദ്യം അയാൾക്ക് ഞാൻ ആരാണെന്ന് ചിലപ്പോൾ ബോധ്യമായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനത് ശരിയായിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അയാൾ എന്നെ നിരന്തരം ഈ 2 ദിവസം അയാൾ ആഞ്ഞു പരിശ്രമിച്ചു ഈ പോസ്റ്റ് റിമൂവ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത്, അവരുടെ മുസ്ലിം മതവിശ്വാസിയായ ഒരു സ്ത്രീ മുസ്ലിം മതവിശ്വാസിക്കാൾ മുഴുവൻ എതിരെ നിൽക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നതിന്. അങ്ങനെയുള്ളപ്പോൾ ഇയാൾ എന്തിനാണ് ഈ സ്ത്രീയുടെ പുറകെ നിന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം അതിൽ നിന്ന് തന്നെ അതിൽ ദുരൂഹതയുണ്ട് എന്ന് ആദ്യം മുതൽ ഞാൻ പറയുകയാണ്. മാത്രമല്ല, അയാൾ പണ്ട് പകലൊക്കെ CPM-ഉം രാത്രിയായാൽ പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നാണ് നാട്ടിൽ നിന്നുള്ള വിവരം.
2 PSC കോച്ചിങ് സെൻ്റർ ഒക്കെ നടത്തുന്നുണ്ട്, ഒരു അധ്യാപകനാണ് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇതൊക്കെ പറഞ്ഞു ഈ അവസാനം ഇപ്പോൾ കയറുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിരന്തരം പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരു കൂട്ടം സ്ത്രീകളെ, ഞാനടക്കമുള്ള ലിസിത പേർക്ക് ഒരു കൂട്ടം സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെ മോശമായി ഇവർ സോഷ്യൽ മീഡിയയുടെ പ്രചരണം നടത്തി. ഇപ്പോൾ ഏതായാലും ഒതുങ്ങിയിരിക്കുകയാണ്. ഈ അറസ്റ്റും ഒക്കെ വന്ന് പിന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി നിരവധി കേസുകൾ പെൻഡിങ്ങിലുണ്ട്, പല കേസുകൾ. ഇപ്പം ഞാനടക്കം കൊടുത്തിട്ടുള്ള കേസുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഗുരുവായൂരിലേക്ക് എപ്പോഴും ഒരുപാട് അതിനുശേഷം ഒരു സിനിമയിലല്ലോ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടി അവിടേക്ക് എത്തി. അവസാനം അവിടെ കുളത്തിൽ പോയി കാല് കഴുകുന്നവരെ അവസ്ഥയിലെത്തി. അപ്പോൾ അതിനുശേഷം നേരെ മറിച്ച് ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ കയറാം, മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റുമോ? എന്തെങ്കിലും അനാചാരം കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇവിടെ ഹിന്ദു സംഘടനകളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദുവായി നിൽക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന വാക്കിനെയും തന്നെ വർഗീയമാണെന്ന് ചിത്രീകരിക്കുകയാണ്. ഇപ്പം ശശികല ടീച്ചറിനെ വർഗീയവാദി എന്നിവരൊക്കെ വിളിക്കും. പക്ഷേ KM ഷാജിയെ വർഗീയവാദി എന്ന് വിളിക്കാൻ കഴിയില്ല. മതമാണ് പ്രശ്നം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച KM ഷാജിയെ വർഗീയവാദി എന്ന് വിളിക്കില്ല. ശശികല ടീച്ചറിനെ വിഷം, വർഗീയവാദി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലേക്ക് വന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഗുരുവായൂരിലേക്ക് ഒരു കാശ്മീരി പൗരൻ വരുന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് കാണുന്നു. ആ കുട്ടി പറയുന്നു ഇയാൾ നൽകിയതാണ് എന്ന് പറയുന്നു. ഒരാൾ അവിടെ നിന്ന് സ്ത്രീ കണ്ടിട്ടാണ് അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. അങ്ങനെ ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ പോലീസുകാരന് മനസ്സിലായി ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗാശുപത്രിയിലേക്ക് എത്തിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസിന് എങ്ങനെയാണ് മാനസിക രോഗമുണ്ടെന്ന് സർട്ടിഫൈ ചെയ്യാൻ കഴിയുക? പോലീസിന് ഒരിക്കലും മാനസിക രോഗമുണ്ടെന്ന് സർട്ടിഫൈ ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വന്ന ആളാണെങ്കിൽ തീർച്ചയായും അയാൾ മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ പറയും. കാരണം അയാൾക്ക് പിടിക്കപ്പെടാതിരിക്കണം, അയാൾക്ക് മാനസിക രോഗിയാണെന്ന ലേബൽ വേണം. അവിടെയും മനസ്സിലാക്കേണ്ട സാധനം, ഇയാളുടെ വേറെ ബോട്ടുകളെ കുറിച്ച് പോലീസ് അന്വേഷിച്ചോ? എങ്ങനെയാണ് പാഞ്ചജന്യത്തിലേക്ക് നേരത്തെ IS റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ഒരാൾ വന്ന് താമസിച്ചിരുന്നു എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അപ്പൊ പാഞ്ചജന്യത്തിലൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് താമസിക്കാൻ കഴിയുക? ഈ വ്യക്തി വന്നിരിക്കുന്ന പഹൽഗാമിനോട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഹൽഗാം 1 വർഷം തികയുന്നതിന് 2 ദിവസം മുമ്പാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇയാൾ വന്നിട്ടുള്ളത് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ നൗഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഈ നൗഗാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഡൽഹി സ്ഫോടനത്തിന് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച നൗഗാമിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉള്ളപ്പോൾ പഹൽഗാമിന് ഭീകരാക്രമണം നടന്നതിന് 2 ദിവസം മുമ്പ് ഇവിടെ എത്തുന്നു. ഒപ്പം തൃശ്ശൂരിൽ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതേ ജില്ലയാണ്, ഒരേ ജില്ലയിലാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തോ ഒരു ദുരൂഹത കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ പോലീസിന് ആ ദുരൂഹത കണ്ടെത്താൻ സാധ്യമല്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ആ ദുരൂഹത തോന്നുന്നു പോലും ഇല്ല എങ്കിൽ അത് മനഃപൂർവ്വം തോന്നാതിരിക്കുന്നതാണ്. തീർച്ചയായും അല്ലാതെ തോന്നാതിരിക്കുന്നതല്ല. അത് മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെക്കുകയോ ആരുടെയോ പിൻബലത്തിലോ ഇത് അന്വേഷിക്കേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം, സത്യം പറഞ്ഞാൽ ഗുരുവായൂർ അവിടെ കടകൾ പോലും നടത്താൻ കഴിയില്ല യഥാർത്ഥത്തിൽ. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയുടെ ചട്ടങ്ങൾ പാലിച്ചാൽ ആ കടകളെല്ലാം അവിടുന്ന് ഒഴിപ്പിക്കേണ്ടി വരും. കാരണം ഇത്ര കിലോമീറ്ററിന് ഉള്ളിലെ കടകൾ പോലും ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ അത്രയും അതീവ സുരക്ഷാ മേഖലയായ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ വേണ്ടിയോ, ഏതെങ്കിലും മന്ത്രിമാർ വേണ്ടിയോ, ഏതെങ്കിലും ജനങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അപ്പൊ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നേരെ പോലീസ് പിടിക്കുന്നു. പോലീസ് ഉടനെ പറയുന്നു ഇയാൾ മാനസിക രോഗിയാണ്. വന്നത് എവിടെ നിന്നാണ്, എന്താണ് ലക്ഷ്യം? കാരണം കാശ്മീരിൽ നിന്നും ഈ മനോരോഗം ഉണ്ടെങ്കിൽ ഈ ഒരു രോഗി കാശ്മീരിൽ നിന്ന് ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി അവിടെ തന്നെ എത്തുന്നു. ഇനി അതും അവിടെ നിൽക്കട്ടെ, അയാൾ അറിയാതെ അങ്ങ് ഗുരുവായൂർ എത്തിപ്പോയിന്നിരിക്കുന്നു. ഈ ഈദ് മുബാറക്ക് എന്ന മുട്ടായി എവിടെ നിന്ന് കിട്ടി? അതെ, നമുക്കിപ്പോ മുട്ടായി വാങ്ങാം, വെറും മുട്ടായിയാണെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഈദ് മുബാറക്ക് എന്ന് എഴുതി പ്രിന്റ് ചെയ്ത മുട്ടായി കിട്ടണമെങ്കിൽ അതെവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഒരു മിഠായി എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ പിന്നെ അത് തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഈദ് മുബാറക്ക്, നമ്മളിപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മുടെ ഫോട്ടോ വെച്ചാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനേ പറ്റൂ. നമുക്കങ്ങനെ കിട്ടില്ലല്ലോ, അല്ലാതെ മിഠായി വാങ്ങിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആ മിഠായി കണ്ടാൽ തന്നെ മനസ്സിലാകുമ്പോൾ ആ പോലീസിന് ഒരു സംശയവും തോന്നാതെ അയാളെ മാനസിക രോഗിയായി മുദ്രകുത്തി അയാളെ നേരെ മാനസിക രോഗാശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിർത്തി ചികിത്സയും കൊടുത്ത്, അല്ലെങ്കിൽ അവിടെ നിർത്തി ആഹാരവും കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി തിരിച്ചു വിടാനുള്ള പോലീസിന്റെ ആരാണ് ഇതിന്റെ പിന്നിൽ?
പോലീസിന്റെ എന്ത് ചിന്തയാണ് പോലീസിനെ നയിക്കുന്നത്? അതെ. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. ആരെവിടെ നിന്ന് വരുന്നുവെന്നോ ആരാണ് വരുന്നതെന്നോ എന്താണ് സുരക്ഷയെന്നോ എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ പോലീസ്, ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ആഭ്യന്തര വകുപ്പിന് യാതൊരു പിടിയും ഇതിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ തന്നെ സംഭവിച്ചോട്ടെ. ജനങ്ങളെ മറയിപ്പോൾ നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ ചെങ്ങന്നൂരെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകളിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന സംശയം പോലും നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ആപത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തെയും വിശ്വാസികളെയും കടത്തിവിടാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയേണ്ടി വരും. പ്രത്യേകിച്ച് 7 മണിക്കൂർ ക്യൂ നിന്നാണ് ഈ വിശേഷ ദിവസം കയറുന്നത്. ഗുരുവായൂർ ദർശനം നടത്തുന്നത്. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? അതെ, ആ സമയത്ത് അത്രയും ജനത്തിരക്ക് അവിടെ ഉണ്ട്. വളരെ ചുരുങ്ങിയ ഒരു ഏരിയയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു സുരക്ഷാ സംവിധാനങ്ങൾ വളരെ തുലവും കുറവാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇപ്പോഴും കാണാം നമുക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്ക് നിരോധനമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ റീൽസിനൊക്കെ നിരോധനമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂർ ചെന്ന് ഞാൻ പോലീസുകാർ നേരെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന പോലീസുകാരോട് ചോദിച്ചു, നിങ്ങളിത് കാണുന്നില്ല, ഇവിടെ നിരോധിച്ചതല്ലേ? അപ്പോൾ അവർ വന്ന് വീഡിയോഗ്രാഫി മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ല, കേസിൽ ഞാനാണ്, കേസിന് പോയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാതെ വീഡിയോഗ്രാഫി മാത്രമല്ല, ഈ വിശേഷ ദിവസങ്ങളിലും ഏതെങ്കിലും വിവാഹമുണ്ടെങ്കിൽ, ഇപ്പം വിവാഹത്തിന് ഫോട്ടോ അവരുടെ അനിവാര്യമാണ്, ആ വിവാഹം ഉണ്ടെങ്കിലും മാത്രമേ അവിടെ ഫോട്ടോ എടുക്കാൻ അനുവാദമുള്ളൂ. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും റീൽസ് ചിത്രീകരിക്കുകയാണ്, എല്ലാവരും അങ്ങോട്ടാണ് ഓടിക്കയറുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ട്രാൻസ്ജെൻഡേഴ്സൊക്കെ അത് അവരേതൊക്കെ മതവിഭാഗക്കാരാണെന്ന് പോലും നമുക്കറിയില്ല. പോട്ടെ, അവർ വരുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം ആ ക്ഷേത്രത്തിനകത്ത്. അപ്പോൾ അതായത് ചിലരുണ്ടല്ലോ ഈ ക്ഷേത്രത്തിനകത്തേക്കും ക്ഷേത്രത്തിൻ്റെ സുരക്ഷ, ക്ഷേത്രം എങ്ങനെയാണ് കയറി പോകുന്നത്, ഇതൊക്കെ നിരീക്ഷിക്കാനായിരിക്കും ഇത്തരം വീഡിയോകൾ പുറത്തു വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുകയാണ്. ആ സുരക്ഷാ ഭീഷണിയാണ് അവിടെ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തെ ഒരു തരത്തിലും ശ്രദ്ധയില്ലാത്ത രീതിയിലാക്കുന്നതിന് നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, എത്ര പേര് ഗുരുവായൂർ വരുന്നുണ്ട്. ആ ഗുരുവായൂരിൽ നടക്കുന്ന എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ്. ആ ദിവസങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. അവിടെ എന്തും സംഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ പാഞ്ചജന്യത്തിൽ വന്ന ഒരു IS റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ഒരാൾ നേരത്തെ താമസിച്ചിരുന്നു എന്നാണ്, അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, IS റിക്രൂട്ട്മെന്റ് നടന്ന ഒരാൾ ആ പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ അയാളുടെ ID കാർഡ് ആരാണ് കൊടുത്തത്, അല്ലെങ്കിൽ അയാളെ ആരാണ് ഇൻട്രൊഡ്യൂസ്, ഇതൊക്കെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്തതുകൊണ്ടാണോ അന്വേഷണം ഇങ്ങനെ അനന്തമായി നീളുന്നത്? അല്ലല്ലോ, എത്ര പെട്ടെന്ന് കണ്ടെത്താം. നമുക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലേ ചില കാര്യങ്ങൾ? ഇപ്പോൾ എനിക്കൊരു ID കാർഡ് കിട്ടിയാൽ ഞാൻ ഏത് നാട്ടിലെ ആളാണെന്ന് ആ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ കണ്ടെത്തും. ആ ID കാർഡ് ഒറിജിനൽ ആണോ എന്ന് കണ്ടെത്താം. നമുക്കിത് കണ്ടെത്താൻ പറ്റുന്നില്ലേ? പിന്നെന്താണ് കേരളത്തിലെ പോലീസിന് ബുദ്ധിമുട്ട്? അയാളുടെ കോൾ ഡീറ്റെയിൽസ് കിട്ടാൻ എന്താണ്? നമുക്ക് കോൾ ഡീറ്റെയിൽസ് കിട്ടത്തില്ല, ബാക്കിയൊക്കെ കിട്ടും. പക്ഷേ അത് കണ്ടെത്താൻ കേരള പോലീസിന് സംവിധാനങ്ങളില്ലേ? എന്നിട്ടും കേരള പോലീസ് ഇത്തരക്കാരെയൊക്കെ കൊണ്ടുവന്ന് മാനസിക രോഗികളാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ പിന്നിൽ കേരള പോലീസിൻ്റെ താല്പര്യം എന്താണ്? കേരള പോലീസിന് എവിടെയെങ്കിലും പണം കിട്ടിയിട്ടാണോ ഇത്തരം താല്പര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ സുരക്ഷ, ഇത്തരം ക്ഷേത്രങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ ആശങ്കയിലാണ് ഹൈന്ദവ സമൂഹം എന്നുള്ളതാണ്. അതിന് ഈ ക്ഷേത്രങ്ങളുടെ സുരക്ഷ വളരെ ആശങ്കാപരമാണെന്ന് നമ്മൾ ഇനി പറയേണ്ടിയിരിക്കുന്നു. അത് അധികൃതർ അറിയേണ്ടതാണ്. ഗുരുവായൂർ മാത്രമല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ, ഇതെല്ലാം നമ്മുടെ ചരിത്ര പ്രാധാന്യവും പുരാവസ്തുവുമായി ബന്ധപ്പെട്ട ഏതിപ്പോ ക്ഷേത്രങ്ങൾക്കാണെങ്കിലും പള്ളിക്കാണെങ്കിലും മുസ്ലിം പള്ളിക്കാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായ വലിയ കലാപവും പ്രശ്നവും ഉണ്ടാകുന്നു. ഇവിടുത്തെ ജനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് എല്ലാം സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ തന്നെ ആവശ്യമാണ്. വർഗീയ കേരളമാണെങ്കിൽ വലിയ ബഹിർസ്ഫുടങ്ങളൊന്നും ഉണ്ടാകില്ല. മതേതര കേരളം എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ കൂടുതൽ വർഗീയതയാണ്. അതെ, ഏത് ഭാഗത്താണ് പ്രശ്നമുണ്ടാകുന്നത് അവിടുന്ന് തീ ആളിക്കത്താൻ ഞാൻ. അതുകൊണ്ട് അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജനത്തിന് ഇതൊക്കെ ചൂണ്ടിക്കാട്ടാനും നമ്മളെപ്പോഴുള്ളവർക്ക് ചൂണ്ടിക്കാട്ടാനും മറ്റേ നിർദ്ദേശം അല്ല അഭിപ്രായം പറയാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. നിർദ്ദേശം നൽകേണ്ടതും നടപടിയെടുക്കേണ്ടതും പോലീസും അധികൃതരുമാണ്, ജില്ലാ ഭരണകൂടമാണ്. തൃശ്ശൂർ ജില്ലാ ഭരണകൂടം ഇനിയും ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ ഭക്തർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്.